പ്രിയമുള്ളവരെ, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള മീറ്റ് ദ പ്രസ് പരിപാടി ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർക്കായി തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ച മികച്ച പ്രേക്ഷക പ്രതികരണമുണ്ടായ DNA എന്ന നല്ലൊരു സിനിമയുടെ ടീമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സിനിമയിലെ ഒരുപാട് സിനിമകളിലൂടെ നിങ്ങൾക്കെല്ലാം സുപരിചിതനായ നടൻ, മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട ബാബു ആന്റണി ഈ മീറ്റ് ദ പ്രസിൽ സംബന്ധിക്കുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് മികച്ച സിനിമകൾ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന പ്രധാനപ്പെട്ട സിനിമകൾ ഒരുപാടുള്ള ശ്രീ സംവിധായകൻ TS സുരേഷ് ബാബു. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചില പ്രധാന സിനിമകൾ നമ്മൾ ഓർക്കും. കോട്ടയം കുഞ്ഞച്ചൻ പോലെയുള്ള സിനിമകൾ. അദ്ദേഹത്തെയും ഞാൻ ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സിനിമയിലൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്ത ശ്രീ അഷ്കർ സൗദാൻ മികച്ച അഭിനേതാവാണ്. ഞാൻ ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിലേക്ക് അഷ്കർ സൗദാനെ സ്വാഗതം ചെയ്യുന്നു. ഹന്ന കോശി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ബിഗ് ബോസ് ഫെയിം സജ്ന ഈ സിനിമയുടെ പ്രധാന ഭാഗമാണ്. ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി, പ്രസ് ക്ലബിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എത്തിയിട്ടുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ ആദ്യം ഇതിന്റെ ഡയറക്ടർ ശ്രീ TS സുരേഷ് ബാബു സംസാരിക്കും. അദ്ദേഹത്തെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. DNA ടീമിൻ്റെ നമസ്കാരം. പടം റിലീസായി നല്ല റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും, എൻ്റെ ടീമിന് തന്നെ നല്ല പേരും കാര്യങ്ങളാണ്. അത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ബാക്കി ഇവരൊക്കെ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. പിന്നെ DNA സുരേഷ് ബാബു പറഞ്ഞാൽ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് അതിന് മറുപടി പറയാം. ഒരുപാട് പറഞ്ഞു. ഓക്കെ. നമസ്കാരം. DNA മൂവിയെ കുറിച്ച് പറയാനാണ്. സാറിൻ്റെയോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ സുരേഷ് ബാബു സാറ്, നമ്മളുടെ സുരേഷ് ഏട്ടൻ, അതേപോലെ ഹന്ന, അഷ്കർ, ഇതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ഇതുപോലെ നമ്മൾ മാത്രമല്ല, കുറേ നിരവധി ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. വലിയ വലിയ ഫേമസ് ആർട്ടിസ്റ്റുകളാണ്. ഇവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഭാഗ്യമാണ്. അപ്പം ബാക്കി ഇനി അങ്ങോട്ട് നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് പറയാം. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഞാൻ പ്രസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമാണ്. ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബ് എന്നൊക്കെ പറയുമ്പോൾ കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം. അതും DNA സിനിമയുടെ പ്രൊമോഷനായിട്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കാണാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ട്രിവാൻഡ്രത്ത് ഞാൻ ഒരുപാട് വർഷം ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സീരിയൽ കാര്യങ്ങൾ, വേനൽമഴ കുറേ സീരിയലൊക്കെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രതീഷേട്ടൻ്റെ, നമ്മുടെ പഴയ നടൻ രതീഷേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മകൻ പത്മരാജ് രതീഷ് ഞങ്ങളുടെ DNA-യിലുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ, അവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പത്മരാജൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, രതീഷേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അതുപോലെ എൻ്റെ ഏറ്റവും ഗുരുതുല്യനായ TS സുരേഷ് ബാബു സാറിൻ്റെ കൂടെ എനിക്ക് പടം വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. DNA നല്ല രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ തിയേറ്ററിൽ നന്നായിട്ട് ഓടുന്നുണ്ട്. കുറച്ച് തിയേറ്ററിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ദൈവം കാത്തെല്ലാം നന്നാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ നായകനായിട്ട് അഭിനയിക്കാൻ പറ്റും. നായകൻ എന്നോ വില്ലൻ എന്നോ ഞങ്ങൾ പറയുന്നില്ല. പലർക്കും അറിയാം. കാരണം നമ്മുടെ മലയാളികൾ ഒരിക്കലും ഇതിൽ ആരാണ് വില്ലൻ, ആരാണ് മോശം, ഇതുവരെ ഞങ്ങൾ റിപ്പോർട്ടിലൊന്നും കണ്ടില്ല. ആരാണ് ഇതിൽ കില്ലറെന്നോ ഒന്നും ആരും പറഞ്ഞു കേട്ടില്ല. സാറിന് സോഷ്യൽ മീഡിയയിൽ പറയും, എല്ലാ മലയാളികളും പറയും ഇത് വില്ലനാണ്, ഇന്ന ആളാണെന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് പറഞ്ഞ്. കാരണം CBI വന്നാൽ ഇന്ന ആളാണ് വില്ലൻ. നമ്മുടെ പടത്തെ പറ്റി അങ്ങനെ മോശമായിട്ട് ആരും ഇത് ചെയ്തിട്ട് റിവീൽ ചെയ്തിട്ടില്ല ആരാ വില്ലൻ. അത് മലയാളികൾക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം, അവരുടെ സ്നേഹം കൊണ്ടായിരിക്കാം. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരം.
ഞാൻ ട്രിവാൻഡ്രത്ത് വേറൊരു മൂവിയുടെ ഷൂട്ട് 2 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. സോ അന്നേരമൊക്കെ ഐ യൂസ് ടു പാസ് ത്രൂ ദിസ് റോഡ്. അപ്പോൾ ഇതിങ്ങനെ കാണാറുണ്ട്. ബട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ പ്രസ് ക്ലബ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നതും ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ ഇരിക്കാൻ പറ്റിയ ഒരു ഭാഗ്യം കിട്ടി. താങ്ക് യു സോ മച്ച്. എന്താണെങ്കിലും നമ്മുടെ മൂവി തിയേറ്ററിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. സോ വി ആർ സോ ഹാപ്പി ആസ് എ ടീം. ഞങ്ങളുടെ ഹോൾ DNA ഫാമിലി വി ആർ ഹാപ്പി ബിക്കോസ് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു. സോ കൂടുതൽ ഞങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യണം, കൂടുതൽ തിയേറ്ററിലേക്ക് എത്തിക്കണം, കൂടുതൽ പ്രേക്ഷകർ കാണണം. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പം ഒത്തൊരുമിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒത്തിരി നന്ദി. ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ ഒത്തിരി താങ്ക്സ്. ബിഗ് താങ്ക്സ് ടു സുരേഷ് ബാബു സർ ആൻഡ് ഓൾസോ പ്രൊഡക്ഷൻ ഹൗസ്. സോ എനിവേ എന്താണെങ്കിലും തിയേറ്ററിൽ കാണാത്തവർ കാണണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ബട്ട് എനിവേ താങ്ക് യു ഫോർ സപ്പോർട്ട്. താങ്ക് യു. ഔട്ട്ലൈനോടെ പറയാം, ഇത് KV അബ്ദുൾ നാസർ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫിലിമാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ഒക്കെ ഇനി സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയാം. ഞാൻ മമ്മൂക്കയുടെ ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ രീതിയിലും സിനിമ സീരിയലിലും ആൽബത്തിലും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചു വന്ന ഒരാളാണ്. വന്ന് ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്തു, ചെറിയ സിനിമകൾ ചെയ്തു. ഇങ്ങനെ ഒരു വലിയൊരു പടത്തിലേക്ക് വരും ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് മമ്മൂക്കയുടെ പേര് കളയാൻ പറ്റത്തില്ലല്ലോ. പണി അറിയില്ലെങ്കിൽ പരിപാടി വിട്ടു. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അതെല്ലാ മിസ്റ്റേക്കുകളും ക്ലിയർ ചെയ്യുന്ന എൻ്റെ ഡയറക്ടറാണ് T. സുരേഷ് ബാബു സാറാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ അദ്ദേഹം ക്ലിയർ ചെയ്തു. നമുക്ക് ഏറ്റവും വലിയ ടെൻഷനുള്ള പരിപാടിയല്ലേ ഇങ്ങനെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു മോശം പേര് വരരുത്. നമ്മൾ എന്ത് ചെയ്താലും അങ്ങനത്തെ ഒരു മോശം പേര് വരരുത്. നമ്മൾ എങ്ങനെ മൂവ് ചെയ്യാനും ടെൻഷനാണ്. ഇങ്ങനെ ഇല്ല, അദ്ദേഹം ഇല്ലായിരുന്നു നമ്മൾ ഫ്രീ ബേഡ് ആണെങ്കിൽ നമുക്ക് ഓക്കെ അല്ലേ. ഒരുപാട് 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 പേരുണ്ട്. നമ്മൾ ഇങ്ങനെ നടന്ന കുറ്റം, അങ്ങനെ നടന്ന കുറ്റം, ഇങ്ങനെ നടന്ന കുറ്റം എല്ലാം പ്രശ്നമാണ്. ഒരുപാട് സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ മാക്സിമം നമ്മൾ എല്ലാവരും എന്തിനാണ് നമ്മളൊരു ജോലി ചെയ്യുന്നത്, എന്തിനാണ് നമുക്ക് എല്ലാവരും നമ്മുടെ കുടുംബം കൊണ്ടുപോകാനും അല്ല നമ്മുടെ ലൈഫ് സെറ്റിൽ ആകാൻ വേണ്ടി, നമ്മുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയല്ലേ. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് പേടിയെന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനുണ്ട്. അതെല്ലാം ഡയറക്ടർ സാറിന്റെ കയ്യിൽ നിന്ന് കൊടുത്തത് അദ്ദേഹം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് തന്നു. ഫൈറ്റ് സീക്വൻസ് നല്ലതായിരുന്നു. ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. ഇതിനകത്ത് 5 ഫൈറ്റില്ല സാറേ, 6 ഫൈറ്റ് ഉണ്ട് ഞങ്ങൾക്ക്. കാരണം എനിക്ക് ഒരുപാട്, നമ്മളിപ്പോൾ പറയില്ലേ, എനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് ആക്ഷൻ പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്കൊരു ആവേശം ഉണ്ടാവും, നമ്മൾ ചെയ്യണം. ഒരുപാട് സീക്വൻസ് ഞാൻ തന്നെ കറക്റ്റായിട്ട് ചെയ്തു. ഡൂപ്പ് മാക്സിമം ഒരുപാട് ഡൂപ്പുകൾ ചെയ്തിട്ടില്ല, ഡൂപ്പിനെ വെച്ചൊന്നും ചെയ്യാതെ മാക്സിമം ഞാൻ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ സാറ് നിർബന്ധമായിരുന്നു അഷ്കർ തന്നെ ചെയ്യണം, അങ്ങനെ ചെറിയ കാര്യങ്ങളാണ് സാർ ആ ഒരു സ്റ്റൈല് തന്നെ ചെയ്യണമെന്ന് സാറ് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ടാകാവുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കിട്ടിയൊരു അവസരമല്ലേ, ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് എങ്ങനെയാണേലും നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളതല്ലേ. നമ്മുടെ ആഗ്രഹമായിരുന്നു സിനിമ വരണം, അപ്പൊ അത് ഇന്നത് വേണ്ട എന്നുള്ളതല്ലോ. നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. അപ്പൊ ചില കാര്യങ്ങൾ പറയാം, അഷ്കർ നീ റിസ്ക് എടുക്കണ്ട മോനെ, റിസ്ക് എടുക്കണ്ടെന്ന് പറയും. അവർ കുഴപ്പമില്ല ചേട്ടാ, നോക്കാം, അത് നോക്കാം, എത്രത്തോളം വരുമെന്ന് നമുക്ക് നോക്കാം. കുറെ കാര്യം എല്ലാം മാക്സിമം എന്നെ കൊണ്ടാകാവുന്ന എല്ലാം മാക്സിമം ഞാൻ പടത്തിൽ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക വിളിച്ചങ്ങനെ ആരോടൊന്നും പറയത്തില്ല. അത് ഡയറക്ടർ സാർ എന്നെക്കാളും സീരിയസ് ആയിട്ടിരിക്കുന്ന ഡയറക്ടർ സാറുമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഓൺലൈനിൽ കൂടെ ഒന്ന് കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതേപോലെ അത് പറ്റില്ല എന്ന് പറഞ്ഞു ആദ്യമേ. ഞാൻ ചോദിച്ചത് എന്താണിത്, അപ്പൊ പറഞ്ഞു ഞാൻ എവിടെ നിൽക്കണോ അവിടെ വന്ന് ഞാൻ ലോഞ്ച് ചെയ്തു തരാം, ടൈറ്റിൽ ലോഞ്ച് എന്ന് ഇങ്ങോട്ട് പറയാമെന്ന് അദ്ദേഹം ചെയ്തത്. അപ്പൊ അത്രയും ആത്മാർത്ഥം ഉണ്ടല്ലേ. അപ്പൊ പടം തീർച്ചയായിട്ടും കാണണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. അതുകൊണ്ടാണ് വന്ന ഉടനെ അദ്ദേഹം കാണും, പടം കാണും. അതിന് മുമ്പും അദ്ദേഹത്തിന്റെ മറ്റേ പ്രൊമോഷനായിട്ട് ഇതായിരുന്നു. വന്ന ഉടനെ തീർച്ചയായിട്ടും അദ്ദേഹം പടം കാണും. അദ്ദേഹം പക്ഷെ അന്വേഷിച്ചു, ഡീറ്റെയിൽ അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ മാനേജറും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പടം കാണണം എന്ന് പറഞ്ഞു. അവരെല്ലാം വന്ന് കണ്ടു. അതെന്റെ വകുപ്പിൽപ്പെട്ടാണ് മമ്മൂക്കയുടെ. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതിന്റെ ഒരു ഞാൻ പറയാം, ബാക്കിയുള്ളവർ പറയാം. ഇതിന്റെ ഒരു തിരക്കഥാ സംഭാഷണം സ്ക്രിപ്റ്റ് ചെയ്തത് AK സന്തോഷാണ് ചെയ്തിരിക്കുന്നത്. മാക്സിമം നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്ക് ചെയ്തത് രവിയാണ്, രവിചന്ദ്രനാണ്. എഡിറ്റിംഗ് ജോൺ കുട്ടി, അദ്ദേഹമാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള മേക്കപ്പ് 2-3 പേര് മാറി ചെയ്യേണ്ടി വന്നു. നാഗരാജൻ, എൻ്റെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ കോസ്റ്റ്യൂമർ, അദ്ദേഹമാണ് എൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
പിന്നെ ഉള്ളത് 4 ഫൈറ്റ് മാസ്റ്റേഴ്സ് ആയിരുന്നു. പിന്നെ ബാക്കി പിന്നെ VFX ചെയ്തിരിക്കുന്നത് മഹേഷ് കേശവ്. അദ്ദേഹമാണ് ഭംഗിയായിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ വിഷ്വൽ മാക്സിമം സപ്പോർട്ടായിരിക്കുന്നത്. ബാക്കിയെല്ലാം എല്ലാ ഹൈ ടെക്നീഷ്യൻസ് ആയിരുന്നു. നമ്മുടെ ഇതിനകത്ത് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ മേടയിൽ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനിൽ മേടയിൽ, അസോസിയേറ്റ് ഡയറക്ടർ വൈശാഖ്, എൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കൺട്രോളർ ഇൻചാർജ് എന്നുള്ളത് അനീഷ് പെരുമ്പിലാവാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ സെഞ്ചുറിയാണ്. അത്രയേ ഉള്ളതാണ്. ഇനി എന്താ ഡീറ്റെയിൽസ് ഒക്കെ തന്ന പേപ്പറിലുണ്ട്. ഇനി ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ഇല്ല, ഞാൻ വന്ന കാലഘട്ടത്തിൽ, അതായത് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സങ്കല്പം, വളരെ ചുമന്ന് തുടുത്ത് നല്ല പുഷ്ടിയുള്ള ശരീരമുള്ള അങ്ങനെയുള്ള ആളായിരുന്നു. അപ്പൊ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസും അതുപോലെ ആണെങ്കിൽ അവൻ വില്ലനാണ്. കാരണം ഹീറോയ്ക്ക് അടിക്കാൻ ഒരു മുതല് കിട്ടി എന്നുള്ള ഒരു സംഭവത്തിന് ആ ഒരു കോൺസെപ്റ്റ് നിറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ സിനിമയിൽ വന്നത്. ഭരതനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചിലമ്പനകത്ത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 7 വർഷം ഞാൻ വില്ലനായിട്ട് കണ്ടിന്യൂ ചെയ്തു. അതിനിടയ്ക്ക് വൈശാലി, അപരാഹ്നം, ശയനം അങ്ങനെയുള്ള, പിന്നെ ഉപ്പുകണ്ടം ബ്രദേഴ്സ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്തു. അപ്പോൾ ഉപ്പുകണ്ടം ബ്രദേഴ്സ് ഞാൻ ഹീറോ ആകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു. ഉപ്പുകണ്ടം ബ്രദേഴ്സ് അത് നല്ല ഗൈഡ് കിട്ടുകയും ഒരു ഹീറോ പരിവേഷം എനിക്ക് ആ സിനിമ തന്നു. അത് കഴിഞ്ഞ് ഗാന്ധാരി വന്നു. അപ്പോൾ ഒരു 7 വർഷം ഞാൻ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഈ സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ പോയി അടിമേടിക്കുക, ഹൈദരാബാദിൽ പോയി അടിമേടിക്കുക, ചെന്നൈ പോയി അടിമേടിക്കുക, തിരിച്ച് മലയാളത്തിൽ വന്ന് മമ്മൂക്കയുടെ മോഹൻലാലിന്റെ അടിമേടിക്കുക. അപ്പൊ അങ്ങനെ ഒരു സെറ്റപ്പിൽ പോയിക്കൊണ്ടിരുന്നു. 7 വർഷം കഴിഞ്ഞപ്പോൾ ഐ ബിക്കേം എ ഹീറോ. അപ്പൊ അങ്ങനെയാണ് ഗാന്ധാരി, പൂർണ്ണ പ്രദേശം കഴിഞ്ഞ് ഗാന്ധാരി, ഭരണകൂടം, ചന്ത, കടൽ, സ്പെഷ്യൽ സ്ക്വാഡ്, അങ്ങനെ ഒരു 10 പടം ഒരുമിച്ച് ഹിറ്റായി. അങ്ങനെയാണ് ഞാൻ ഹീറോ പരിവേഷം ആവുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ബ്രേക്ക് വന്നു. US പോയി മാരേജ്, കല്യാണം കഴിഞ്ഞ് അവിടെ കുറച്ച് സെറ്റിൽ ചെയ്തു. കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇടയ്ക്ക് ഞാൻ ബാബുവിൻ്റെ കൂടെ കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. പിന്നെ കായംകുളം കൊച്ചുണ്ണി, ഗ്രാൻഡ് മാസ്റ്റർ, ഇടുക്കി ഗോൾഡ്, പിന്നെ മദനോത്സവം. അപ്പം അങ്ങനെ കുറേ പടങ്ങളുണ്ട്. അപ്പം അതും ഒരു എന്താ പറയുക, ഒരു തിരിച്ചുവരവിൻ്റെ ഒരു പാതയാണ്. ഇപ്പം ഞാൻ വീണ്ടും ഒരു ഹീറോ സംഭവത്തിലേക്ക് പോവുകയാണ്. അപ്പം ആ ശരീരഘടന എന്ന് പറയുന്നത് നമ്മൾ ആ കഥാപാത്രം ആകാനേ പറ്റുള്ളൂ. ഇപ്പോൾ അപരാഹ്നത്തിലെ നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം എനിക്ക് തന്നപ്പോൾ ഞാൻ ഏകദേശം ഒരു 88 കിലോ നല്ല മസ്കുലറാണ്, നല്ല ഇതൊക്കെ ചെയ്ത് ഹീറോ ആകാനുള്ള ഒരു സംരംഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഡയറക്ടർ പറഞ്ഞു, ഈ ഒരു ശരീരം നമ്മുടെ നന്ദകുമാറിന് പറ്റില്ല. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു, ബാബുവിൻ്റെ ഒരിക്കലും ഇത് മാച്ചാവില്ല, അയാൾ എങ്ങനെ ഇത് ചെയ്യുന്നു. അപ്പോൾ എന്നോട് ഡയറക്ടർ പറഞ്ഞു, പുള്ളിയുടെ ഫാദറിൻ്റെ ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു, പഴയ ബനിയനുണ്ട്, കുറച്ച് കീറലൊക്കെ ഉള്ളു, പുള്ളിയുടെ ഫാദറിൻ്റെ, ബാബു ഇതിൽ ഫിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു 10 വെയിറ്റ് കുറച്ച് നമ്മൾ അങ്ങനെ ഫിറ്റ്. അപ്പോൾ ഓരോ പടത്തിനും നമ്മൾ ശരീരഘടന മാറ്റിയെടുക്കും. പിന്നെ ബോഡി ലാംഗ്വേജ്, ഇപ്പം അതായത് വൈശാലിയിലെ രാജാവിൻ്റെ ബോഡി ലാംഗ്വേജ് ഒരിക്കലും അല്ല കടലിലെ ബാബുട്ടിക്ക്, അല്ലെങ്കിൽ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ അകത്തെ ആ ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കത്തില്ല ഈ മദനോത്സവത്തിൽ വന്നത്. അപ്പോൾ നമ്മൾ മാറി മാറി ചിന്തിക്കുക, മാറി മാറി പെർഫോം ചെയ്യുക. ഡയറക്ടർക്ക് എന്താണ്, അല്ലെ സ്ക്രിപ്റ്റ് എന്താണ് ആവശ്യപ്പെടുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ വന്ന കാലഘട്ടത്തിനെ പറ്റി പറഞ്ഞല്ലോ, അതിപ്പം മാറി. ഇപ്പം മസിൽസ് ഉണ്ടെങ്കിൽ ഹീറോ ആണ്. ആ ഒരു ഭയങ്കര ചേഞ്ച് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ബോഡി ബിൽഡിങ്ങും ഒക്കെ ആയിട്ട് വിത്തൗട്ട് മസിൽസ് ഹീറോ അല്ല. അന്ന് താടി ഉണ്ടെങ്കിൽ വില്ലനായിരുന്നു. ഇന്ന് ഹീറോയ്ക്ക് താടി വേണം, തമിഴ് താടി മസ്റ്റായി ഇപ്പൊ. അപ്പൊ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിന്റെ ചേഞ്ചസ് വരും. ഇനിയിപ്പോ അടുത്ത എന്താണ് ബാബു? പ്രോഗ്രാംസ് ഉണ്ട്, 1-2 പ്രോഗ്രാംസ് ഉണ്ട്. അത് പറയാം. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ബാബുവിനെ വെച്ച് കൂടിക്കാഴ്ചയാണ് ഒരു അനക്കം ഉണ്ടായത്. പിന്നെ അത് കഴിഞ്ഞ് ഉപ്പുകണ്ടം വന്നു. അതിനുശേഷം അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല, അതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒരു പടം ചെയ്തിട്ടില്ല. DNA ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം, എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ. ഇതിനകത്ത് ഒരു കാര്യം ഇതിനകത്ത് ആർട്ടിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അത് ശ്യാം കാർത്തികേയനായിട്ട് ചെയ്തത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്, നാച്ചുറലായിട്ട്. കാരണം അതൊരു സെറ്റ് വർക്കാണെന്നൊന്നും തോന്നുന്നില്ല, എന്നാൽ സെറ്റും അല്ല, എന്നാൽ സെറ്റ് വർക്കുമാണ്. അതങ്ങനെ അദ്ദേഹം മാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സാറിൻ്റെ മൂവിയിൽ അഭിനയിക്കുന്ന സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിറോസ്ക്കായിരുന്നു. അങ്ങനെയാണ് സാറുമായിട്ട് ഉണ്ടായത്. സാറിൻ്റെ മൂവി ശരിക്കും പറഞ്ഞാൽ ഈ മൂവിയിലല്ല ഞാൻ അഭിനയിക്കാൻ ആദ്യം ആഗ്രഹിച്ചത്. IPS എന്ന് പറഞ്ഞ മൂവി സാർ ഞാൻ എടുക്കാൻ വേണ്ടി സാർ ആദ്യം ചെയ്യാൻ നിന്നത് IPS ആയിരുന്നു. പിന്നെയാണ് DNA വന്നത്. അപ്പം അങ്ങനെ അതിനകത്തുനിന്ന് സാർ പറഞ്ഞു, എന്തായാലും ഒരു ഭാഗം ആവണം, അത് കഴിഞ്ഞ് നമുക്ക് IPS അങ്ങനെയാണ് ഞാൻ IPS DNA വന്നത്. ഭയങ്കര സന്തോഷം. കാരണം
ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിരവധി ആർട്ടിസ്റ്റുകളാണ്. അന്നേരം അവരിലെല്ലാം ഒരാളാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പം അത് ഇത്രയും നല്ലൊരു മൂവി, ക്രൈം ത്രില്ലർ, ക്ലൈമാക്സ് ആയാലും ആ മൂവിയെക്കുറിച്ച് പിന്നെ സുരേഷ് ബാബു സാറിന്റെ കുറേ ബ്രേക്കിന് ശേഷം വരുന്ന ഒരു മൂവി, അതിനകത്തൊരു ഭാഗമാവുന്ന തന്നെ ഒരു ഏറ്റവും ഭാഗ്യമല്ലേ. അപ്പം സാറ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സാർ എന്തായാലും ഓക്കെയാണ്, ഞാൻ അത് ഏത് ക്യാരക്ടറാണെന്നൊന്നും ഞാൻ നോക്കാനില്ല, ചാടി വീഴുമായിരുന്നു ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ് മൂവി എന്നുള്ള IPS ആയിരുന്നു. അവിടെ നിന്ന് DNA ഉള്ള സെക്കൻഡ്, അങ്ങനെ DNA ഉണ്ടായെടുത്ത മൂവിയാണ്. IPS സ്റ്റിൽ പെൻഡിങ് ആണ്, അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതാണ് പറ്റിയത്. പിന്നെ സജിനെ സംബന്ധിച്ചോളം ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് വേറൊരു വേഷത്തിലേക്കാണ് കോൺടാക്ട് ചെയ്തത്. പിന്നെ നോക്കിയപ്പോൾ ബസ് ഹൗസ്ഫുള്ളായി. എന്നാലും ഞാൻ പറഞ്ഞു, ഓ ഇതിൽ കയറിക്കോ അകത്തെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. ജസ്റ്റ് ഒരു ട്രയലാണ്. സജിനെ സംബന്ധിച്ചോളം നല്ല ഫ്യൂച്ചറുള്ള ഒരു ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് വരും. ഡയറക്ടർ സാറാണ് പത്മനാഭനെ കൊണ്ടുവന്നത്. അദ്ദേഹം രതീഷ് സാറൊക്കെ TS സുരേഷ് സാറിന്റെ കൂടെ അഭിനയിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാലോ അദ്ദേഹത്തിന്റെ മോൻ എത്രത്തോളം കഴിവുണ്ടാവും, എന്താണ് ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് അദ്ദേഹമാണ് ആ ക്യാരക്ടർ ഡിസൈഡ് ചെയ്തത്. അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ നിമിത്തങ്ങളല്ലേ. നമ്മൾ ഒരു ക്യാരക്ടർ വരിക, ഇന്ന ആൾക്കാർ അഭിനയിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത് രതീഷേട്ടനെ ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പത്മനാഭനെ എനിക്കറിയായിരുന്നു. അവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഫാമിലി പോലെയായിരുന്നു. അപ്പൊ ഈ ഒരു കഥാപാത്രം പത്മരാജ് ചെയ്താലേ കറക്റ്റ് ആവുന്നത് ഡയറക്ടറുടെ ഡിസിഷനാണ്. അദ്ദേഹം ഞാനത് മമ്മൂട്ടിയും രതീഷ് അത് അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ ഭാവിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. സിനിമയാണെങ്കിലും നമുക്കിപ്പോ നാളെ എന്ത് സംഭവിക്കും നമുക്കൊന്നും അറിയത്തില്ല. ആ ഒരു കഥാപാത്രങ്ങൾ ഒന്ന് ചേർന്നു, ഞങ്ങൾ ഒന്നായി, അത് ആപ്റ്റായി, എല്ലാവരും പ്രേക്ഷകർ അംഗീകരിച്ചു. അതൊക്കെ ദൈവത്തിന്റെ നിമിത്തവും ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ അവരൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അത് സംഭവിച്ചതാണ്. അതിൽ വളരെ സന്തോഷം. പ്രേക്ഷകർക്ക് അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഒരു ഭയങ്കര സംഭവമാണ്. വലിയ ക്യാരക്ടറാണ് പത്മരാജ് ഡയറക്ടറെ കൂടെ അദ്ദേഹം പറഞ്ഞു. അത് വളരെ യാദൃശ്യമാണ് കേട്ടാ. അന്ന് ചെയ്തു, അന്ന് നമുക്ക് രതീഷ് ചേട്ടനും അങ്ങനെ ഒരു കോമ്പിനേഷൻ, ഇഷ്ടംപോലെ വെറൈറ്റി. നമുക്ക് ഇഷ്ടംപോലെ പോലീസ് ഓഫീസർ ചെയ്തു, ഇദ്ദേഹം പോലീസ് ഓഫീസർ ചെയ്തു, അദ്ദേഹം വേറെ ടൈപ്പ് ക്യാരക്ടർ ചെയ്തു, എല്ലാം ചെയ്തു. നമുക്ക് ഓൾമോസ്റ്റ് ഞാനിപ്പോൾ മമ്മൂക്കയെ വെച്ച് ഒരു പടം പ്ലാൻ ചെയ്തിട്ട് ഞാൻ സത്യമായി 10 വർഷമായിട്ട് എനിക്ക് സബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എവിടെ തൊട്ടാലും അദ്ദേഹത്തിന്റെ ഒരു ടച്ചുള്ള പലതും ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അവർ ചെയ്തു കഴിഞ്ഞു. അതൊരു ഡിക്ഷണറി പോലെ ഇവർക്ക് ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ അല്ല, അവരുടെ പടങ്ങൾ കാണാനുള്ള ഒരു സംവിധാനവും ഈസിയാണ്, വിരൽ തുമ്പിലാണ്. അത് അവർക്ക് ഗുണം ചെയ്യും. അങ്ങനെ ഗുണം ചെയ്യണം അസ്കറിനും പപ്പനാനും ബാക്കി എല്ലാവർക്കും. അവർ ചെയ്തിട്ടിരിക്കുകയാണ്. പണ്ട് ആ സമയത്ത് അവരെ സംബന്ധിച്ചോളം അന്ന് അവർ ബ്ലാങ്ക് അവർ ഉണ്ടാക്കിയെടുത്താണ്. അവർക്ക് ഒരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. അത് ആരെ റെഫർ ചെയ്യും, അല്ലെങ്കിൽ മുൻകാലത്ത് ആരും നസീർ മൗസാറിനെയൊക്കെ അവർക്ക് റെഫർ ചെയ്യാനുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, ലോകം മുഴുവൻ വെള്ളത്തുമ്പിലാണ്. അതുകൊണ്ട് ഇവര് നന്നാവണം. അത് മമ്മൂക്ക, രതീഷ് അവരെക്കാളൊക്കെ മുകളിലോട്ട് വളരാൻ ശ്രമിക്കണം. അതാണ് കറക്റ്റ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ബ്രേക്കിന് ശേഷം, സാധാരണ ഒരുപാട് ഡെലൈന് ശേഷം വരുന്ന ഒരാൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് എത്രത്തോളം വിജയിപ്പിക്കാൻ കഴിയും അത്രത്തോളം സാധ്യത പരിശോധിക്കും. അപ്പോ മമ്മൂട്ടിയുടെ ഫാമിലിയിൽ നിന്നും അസ്കറിനെ ചൂസ് ചെയ്തിരുന്നു, എന്തുകൊണ്ട് ദുൽഖറിനെ ചൂസ് ചെയ്തില്ല? ആക്ച്വലി 2-3 കാര്യങ്ങളുണ്ട്. ഇതിന് ഒത്തിരി ഉത്തരങ്ങളുണ്ട്. അതായത് ആക്ച്വൽ 2-3 കാര്യങ്ങൾ പറയാം. ഞാൻ ഒന്നാമത്തേത്, ഇതിന് ഒത്തിരി താങ്കളുടെ ഒരു കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ ഷോർട്ടായിട്ട് പറയാം. ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടായത് തന്നെ അസ്കർ സൗദാന് വേണ്ടിയിട്ടാണ്. അസ്കർ സൗദാനെ ഹീറോ ആക്കാൻ ഒരു പ്രോജക്റ്റ് പ്രൊഡ്യൂസർ പറയും. ഞാൻ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറയും, എനിക്ക് നല്ല മേക്ക് ചെയ്യാനായിട്ട് പറ്റണം. അദ്ദേഹം ഫുൾ ഓപ്പൺ, എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു. KV അബ്ദുൾ നാസർ. അങ്ങനെയാണ് ആക്ച്വലി ഈ പ്രോജക്റ്റ് ഉണ്ടായത്. ഞാൻ എന്ത് ഈ ഗ്യാപ്പ് ഇട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 10 വർഷം വെറുതെ ഇരുന്നില്ല. ഞാൻ പല സ്ക്രിപ്റ്റുകളും വർക്ക് ചെയ്തു, പല വലിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ട് ഇരുന്നു. എല്ലാം ഫ്ലോപ്പ് ആയി പോയി. 2 വർഷം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോടെ ഇരുന്നു, 3 വർഷം ഇരുന്നു. ഭയങ്കര ഹെവി, കേട്ടാൽ ഞെട്ടുന്ന കോമ്പിനേഷൻ ആണ്. ഒന്ന് ഡെന്നിസ് ജോസഫ് ദാമോദരൻ മാഷ് ഒരു സ്ക്രിപ്റ്റ്, ഡെന്നിസ് ജോസഫ് രഞ്ജി പണിക്കർ ഒരു സ്ക്രിപ്റ്റ്, റാഫി മെക്കാട്ടിൻ വേറൊരു സ്ക്രിപ്റ്റ്, ഉദയൻ സിബി വേറെ. ഇതെല്ലാവരുമായിട്ട് ഞാൻ ഇരുന്നു. പക്ഷെ എന്റെ ഒരു എന്റെ കാലക്കേട് അങ്ങനെ ഒത്തു വന്നില്ല. ഞാൻ ഇനി മമ്മൂക്ക വെച്ച് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ചെയ്തില്ലെങ്കിൽ നിൽക്കത്തില്ല. എന്നെ സംബന്ധിച്ചോളം മമ്മൂക്കയുടെ ഓപ്പൺ ഡേറ്റ് ആണ്. ഞാനൊരു പടം മമ്മൂക്ക ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. മോഹൻലാലായിട്ടും ഭീകര അടുപ്പമാണ്, സ്കൂൾ തൊട്ടുള്ള അടുപ്പമാണ്. അപ്പൊ അങ്ങനെ ബന്ധമുണ്ട്. പിന്നെ ഞാനിത് ചെയ്തു തന്നപ്പോൾ ഇത് എന്റെ ഒരു ടെസ്റ്റും കൂടെയാണ്. ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്തതാണ് സത്യം. എങ്ങനെയുണ്ട് ഞാൻ
സത്യം ഞാൻ പലരോടും പറഞ്ഞു എങ്ങനെയുണ്ട്, ഞാൻ ആദ്യം എന്നെ പറ്റി തന്നെ അറിയട്ടെ, എനിക്ക് ചെയ്യാൻ പറ്റുമോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവരോട് എല്ലാവരും നമ്മുടെ ടീമിനോട് പറഞ്ഞു 40 മാർക്ക് എങ്കിലും കിട്ടിയാൽ ഞാൻ അടുത്തയിലേക്ക് പോകും എന്ന് പറഞ്ഞു. സത്യം എന്നെ തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തു. അത് വെറുതെ പറയുന്നതാണ്. പുള്ളി ഇപ്പം ഇരുന്ന് മൊത്തം കംപ്ലീറ്റ് അപ്ഡേറ്റഡ് ആണ്. കാരണം ഞാനൊരു 15 വർഷമായിട്ടാണ് കന്യാകുമാരി എക്സ്പ്രസ് 11 വർഷം. അന്ന് ഗ്രാഫിക്സും പരിപാടിയൊക്കെ അന്ന് ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പൊ എന്നോട് ബാബു പറഞ്ഞു ഒരു സീക്വൻസ് എൻ്റെ ഇൻട്രൊഡക്ഷനിൽ ബാബു ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നു, നടന്നു വന്നൊരു കാറ് കയറി പോകുന്നു. ഓക്കെ ഞാൻ വിചാരിച്ചു ഹെലികോപ്റ്റർ ഒന്ന് കയറി ഇറങ്ങാന്നൊക്കെ വിചാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ ഒരു ഓപ്പൺ ഗ്രൗണ്ട്, ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ബാബു ഹെലികോപ്റ്റർ എവിടെ? അത് ഫാൻ ഓൺ ചെയ്തു. ഗ്രീൻ മാറ്റ് ഇല്ല, ബ്ലൂ മാറ്റ് ഇല്ല, ഒന്നുമില്ല. ഫാൻ ഓൺ ചെയ്തു. ഞാൻ ഒരു സ്റ്റെപ്പ് ഇറങ്ങി, ഒരു സ്റ്റൂൾ വെച്ച് തന്നു. അതേ സ്റ്റെപ്പ് ഇറങ്ങി നടന്നു വന്നു പോന്നു. പടം കണ്ടു കഴിയുമ്പോൾ ഹെലികോപ്റ്റർ ഒന്ന് ലാൻഡ് ചെയ്യുന്നു. പ്രൊപ്പല്ലറിന്റെ മുകളിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുന്നു. സൈഡിൽ നിന്നും അവിടെ നിന്ന് ഷോട്ട് നടന്നു പോയി. ഞാൻ കാറ് കയറി പോകുന്നു. വെറുതെ പറയുന്ന ഇതൊക്കെ പുള്ളി 15 കൊല്ലം മുമ്പ് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. എന്താ പറയാ, ഞാൻ മാക്സിമം പടങ്ങൾ കാണാറുണ്ട്. പിന്നെ എനിക്കൊരു ഭാഗ്യം കിട്ടി, അത് പലരും സീരിയൽ എന്ന് പറഞ്ഞാൽ ചവിട്ടിത്താത്തും. അപ്പൊ ഞാനൊരു 3-4 സീരിയൽ ചെയ്തു. 4 എനിക്ക് ഗുണമായിരുന്നു. കടമറ്റത്ത് കത്തനാർ, വിക്രമാദിത്യൻ, അലാവുദ്ദീന്റെ അൻപുളാണ്, സെയിന്റ് ആന്റണി. അതിന്റെ മാക്സിമം ഗ്രാഫിക്സിന്റെ മാക്സിമം സിനിമയുടെ മുകളിൽ എനിക്ക് ചെയ്യാൻ പറ്റി. അതിന്റെ ഒരു ഇതാണ് എനിക്ക് ഇങ്ങോട്ട് പ്രയോജനപ്പെട്ടത്. അന്ന് ഡിജിറ്റലിൽ വർക്ക് ചെയ്തു, മനസ്സിലായില്ലേ, CG വർക്ക് ചെയ്തു, ഗ്രാഫിക്സ് എന്നാണ് എന്ത് പറഞ്ഞത്, CG സിനിമയിലാണ് പറഞ്ഞത്. അപ്പോൾ അത് വർക്ക് ചെയ്തു. അപ്പോൾ അത് എനിക്ക് അപ് ടു ഡേറ്റ് ആവാൻ പറ്റും. ഇപ്പൊ കണ്ടമാന പടങ്ങൾ, എല്ലാ പടങ്ങളും ഞാൻ കാണും. എനിക്ക് മിക്ക ഡയറക്ടേഴ്സിന്റെ പടം ഞാൻ സെലക്ട് ചെയ്ത് കാണും. എല്ലാ ഡയറക്ടേഴ്സിന്റെയും മലയാളത്തിലുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പലരും എൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അവർ പലരും മാറി നിൽക്കുന്നത്, കെ മധു അടക്കം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഇവർ പലരും മാറി നിൽക്കുന്നത് നല്ല സബ്ജക്റ്റും നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ അവർക്ക് വർക്ക് അറിയാത്തതുകൊണ്ടല്ല. നല്ല മിടുക്കന്മാരാണ് എല്ലാവരും. എങ്ങനെ ലാസ്റ്റ് സംവിധാനത്തിൽ മാറ്റമല്ല, സംവിധാനത്തിൽ നമ്മൾ പഠിച്ച പണി, ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ട് മാറിയിരിക്കുന്നത്. സിനിമയല്ല മാറിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ കഥാഗതികൾ മാറ്റി, അതിലുള്ള ആർട്ടിസ്റ്റിന്റെ സെറ്റപ്പ് മാറ്റി, അതിലുള്ള വിഷ്വൽ മാറ്റി, അതൊക്കെയാണ് ഇപ്പോൾ ആൾക്കാരിലേക്ക് വരികയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ സിനിമയും കാണും. ഒരു സിനിമയും ഞാൻ വിടത്തില്ല. മാക്സിമം സിനിമ നല്ലത് ചീത്തന്നൊന്നുമില്ല, മാക്സിമം കാണും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അറിയാമല്ലോ, അതിന്റെ ചേഞ്ചസ് അറിയാമല്ലോ. പിന്നെ തിയേറ്ററിൽ പോയി തന്നെ ഓൾമോസ്റ്റ് സിനിമ കാണും. അപ്പൊ നമുക്ക് ആളുകളുടെ റെസ്പോണ്ട് അറിയാം, എവിടെ പോകുന്നു, എവിടെ കൈയടിക്കുന്നുള്ള അത് ഞാൻ മനസ്സിൽ അങ്ങനെ ക്യാച്ച് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ല, വെരി ലോ മിച്ചൽ ക്യാമറയിൽ ഞാൻ തുടങ്ങിയതാണ്. മിച്ചൽ ക്യാമറയിൽ അന്ന് ഈ പറഞ്ഞ പോലെ ഗ്രാഫിക്സിന്റെ പോയിട്ട് ഒന്നുമില്ല. അന്ന് മേട്ടി എന്ന് പറയും, ഗ്ലാസ് ഡ്രോ ചെയ്ത് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രിക് ഷോട്ട്സ് ഉണ്ട്. മിച്ചലില് ഹാൻഡ് കറക്കി എടുക്കും, കറക്കി പാത്രം ഓടുക, ആള് ഇറങ്ങുക, ഡിസപ്പിയർ ആവുക, അപ്പിയർ ആവുക, ഇതൊക്കെ അങ്ങനെ എടുത്തത് അന്ന് തൊട്ട് പഠിച്ചതാണ്. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് സ്റ്റേജ് ആണ്. അന്ന് തൊട്ടേ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 4 സീരിയൽ എന്ന് പറഞ്ഞാൽ സീരിയൽ ആരും പുച്ഛിക്കേണ്ട. ആ സീരിയൽ 4 എനിക്ക് ഒത്തിരി ഗുണം കിട്ടിയതാണ്. കാരണം എനിക്ക് എല്ലാ പരീക്ഷണവും ഞാൻ നടത്തി. എല്ലാ പരീക്ഷണവും സിനിമയേക്കാൾ മേളിലായിരുന്നു ടെക്നോളജി. അത് എല്ലാ സിനിമാക്കാരും ആ സീരിയൽസ് കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ അപ് ടു ഡേറ്റ് തന്നെയാണ്. പിന്നെ എൻ്റെ ഒരു ടെസ്റ്റ് ഇത് ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അത് മാത്രമാണ് DLA കുഴപ്പമില്ലാതെ പറയുന്നത്. അത് വളരെ സന്തോഷം. പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. ഇപ്പൊ നമുക്ക് ഒരു കഥാപാത്രം വരുമ്പോൾ സംടൈംസ് ദേ ടെൽ. ഇപ്പൊ രക്ഷാധികാരി ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ, ബിക്കോസ് റിയൽ ലൈഫ് ക്യാരക്ടർ ഇപ്പം കാണുമ്പോൾ ഐ എം കൈൻഡ് ഓഫ് വെരി ടോം ബോയിഷ്, ജീൻസും ഷർട്ടും ഇടുന്നു. ദാറ്റ് കഥാപാത്രം സാരി ഉടുത്ത് കിടക്കുന്നതാണ്. സോ അതിന് അതെ. സോ എന്റെ റിയൽ ലൈഫിൽ അങ്ങനെ യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് ഐ ഹാഡ് ടു വർക്ക് ഓൺ ഇറ്റ്. പിന്നെ നമ്മളിപ്പോ ഇപ്പോഴത്തെ മൂവി DNA ഐ എം പ്ലേയിങ് ആൻ ആർജെക്ക് എനിക്ക് അധികം പ്രിപ്പറേഷൻ വേണ്ടി വന്നില്ല, ബിക്കോസ് ദാറ്റ് ഐ ക്യാൻ റെസൊനേറ്റ് വിത്ത് ദാറ്റ്. പിന്നെ അഷ്കർ കുറെ സഹായിച്ചായിരുന്നു, ലൈക്ക് ഹൗ ടു RJ മാതിരി സംസാരിക്കുന്ന രീതിയിലൊക്കെ. ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് വരുമ്പം സംടൈംസ് ഞാൻ ചോദിക്കാറുണ്ട് ഹൗ ടു, കാര്യം നമ്മൾ ഭയങ്കര എനർജിയോടെ സംസാരിക്കേണ്ടതാണ്. സോ ചില കഥാപാത്രങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും കുറവ് വരുമ്പോൾ സാറ് പറഞ്ഞുതരും, സുരേഷ് സാർ പറഞ്ഞുതരും, ഹന കുറച്ചും കൂടെ എനർജി കയറ്റ്. ഐ മീൻ, സോ ഐ തിങ്ക് ഏത് മൂവി എടുക്കുമ്പോഴും കൂമൻ ചെയ്യുമ്പോൾ ജിത്തു സാർ ആണെങ്കിലും ദേ ഗൈഡ് യു സോ മച്ച്. ലൈക്ക് എങ്ങനെ വേണം ആ ഒരു ലെവൽ പറയും, ഇത് ഓവർ ആക്കണ്ട, അല്ല അല്ലെങ്കിൽ സട്ടിലാക്കാൻ വേണ്ട, ദേ ഗൈഡ് യു. സോ അക്കോർഡിംഗ്ലി നമുക്കത്
പോർട്രേ ചെയ്യാൻ പറ്റും ആ ഒരു സ്പേസിൽ. അല്ലാണ്ട് കൂടുതൽ എനിക്ക് പ്രിപ്പറേഷൻ വേണ്ടി വന്നൊരു ചിത്രം ഇതുവരെ വേണ്ടി വന്നിട്ടില്ല ബൈ ഗോഡ്സ് ഗ്രേസ്. ബട്ട് ലെറ്റ്സ് സീ, ഓരോ കഥാപാത്രത്തിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. കരിയർ തുടങ്ങുന്നത് ശരിക്കും അതെ. മോഡലിംഗിനായിരുന്നു സിനിമയിലേക്കുള്ള ഒരു എൻട്രി. അതെ. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള യൂത്തിൽ ഒരുപാട് ആൾക്കാർ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ. അപ്പോൾ അവരോട് ശരിക്കും എന്താണ് പറയാനുള്ളത്? മോഡലിംഗ് ടു സിനിമ ആ ജേർണി സി ദിസ് ജേർണി ഞാൻ ചൂസ് ചെയ്ത ജേർണി അല്ല. ഞാൻ ചൂസ് ചെയ്ത ജേർണി വാസ് സംതിങ് മോഡലിംഗ് തന്നെയായിരുന്നു. ഐ മീൻ എനിക്ക് പാജൻസ്, എൻ്റെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ യു ക്യാൻ സി എല്ലാ ഒരു സിനിമ ചെയ്യും, ബ്യൂട്ടി പേജിൽ പോകും. യാ, മിസ് ഇന്ത്യ, മിസ് ഫെമിന, മിസ് അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ. ഇൻഫാക്ട് മിസ് സൗത്ത് ഇന്ത്യയുടെ ഒക്കെ. സോ അതായിരുന്നു കൂടുതലും പാഷനേറ്റ് ആയിട്ടുള്ളത്. സിനിമ യാദൃശികമായിട്ട് വന്നു ചേരുമായിരുന്നു. പക്ഷേ അപ്പം എനിക്ക് അറിയത്തില്ല ആക്ട് ചെയ്യാൻ പറ്റുമോ. കാര്യം എനിക്ക് ഈവൻ ഐ റിമെമ്പർ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ ഫസ്റ്റ് ഷോട്ട് ആക്ഷൻ ഡയറക്ടർ പറയുന്നതിന് മുമ്പ് ഞാൻ അഭിനയിച്ചു. ലൈറ്റ്സും ക്യാമറ പറഞ്ഞപ്പോൾ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി. ബിക്കോസ് നോ വൺ ഇസ് ദേർ ടു ഗൈഡ് മീ. അപ്പം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് എനിക്കുള്ളത്. സോ ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഐ വുഡ് ഗിവ് ക്രെഡിറ്റ് ടു my family, the team who has supported me, and to all the director and the crew that I worked with. So ആ ജേർണി എന്ന് പറയുന്നത് to all people, I mean, who want to enter the movie industry, what I can say is അവർക്ക് പാഷൻ ഉണ്ടെങ്കിൽ അവരവിടെ വന്നു ചേരും. See, Ashkar is the biggest example. He has a big family to support, but അഷ്കറിന് പാഷൻ ഇല്ലെങ്കിൽ ഒരിക്കലും he will never end up in movies. Same thing, if you want to work in movies or ഏത് മേഖല ആയിക്കോട്ടെ, അതിൽ എത്തിപ്പെടണമെങ്കിൽ you have to put in effort, you have to work, you have to visualize, you have to dream. അങ്ങനെയാണെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റും. നമുക്ക് നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രം മതി. കാരണം നമുക്ക് എപ്പോഴും അനുഭവങ്ങൾ ഉണ്ടാവണം, അല്ലാതെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതെല്ലാം പെട്ടെന്ന് പോകുമെന്ന് പറയാറില്ല. ഞാൻ അനുഭവങ്ങളിലൂടെ വന്നവരാണ്. ഞാൻ സാറിൻ്റെ കൂടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, ആൽബം അഭിനയിച്ചിട്ടുണ്ട്, ജൂനിയർ ആർട്സിൽ അഭിനയിച്ചിട്ടുണ്ട്. ജൂനിയർ ആയിട്ട് അഭിനയിച്ച കഥകൾ ഒരുപാടാണ്. ഞാൻ 2 മാസം ഒരു സ്ഥലത്ത് കിടന്ന് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ടേ കിട്ടുള്ളൂ, ഒരു ഡയലോഗ് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ചെയ്യണതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ കഴിയുമ്പോൾ കുറേ അമ്മാവൻ്റെ കൂടെ തസ്കരവില്ലിനെ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തു വന്ന ചെറിയ ചെറിയ പരിപാടികളിൽ വന്ന് ഞാൻ ചെറിയ പടങ്ങൾ എന്നല്ല, സിനിമയിൽ അഭിനയിച്ചു. ഈ ഫിലിമിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്, ആ സൗണ്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്, അത് ഡിജിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര പ്രായമുണ്ടെന്നൊന്നും വിചാരിക്കരുത്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. നമുക്ക് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എത്തി. അപ്പം എത്തിയപ്പോൾ ഇങ്ങനെ എത്തി ദൈവം കാലത്ത് വലിയൊരു ഡയറക്ടർ പടം സാറിൻ്റെ കൂടെ എത്താൻ പറ്റി. ഞാൻ സാറിനോട് ചോദിച്ചത്, എനിക്ക് ഒരുപാട് വർഷം പരിചയമുള്ളതാണ് സാറെ, എനിക്കറിയാം. സാറെ വിളിച്ച് ഇടക്കിടക്ക് ഞാൻ ശല്യം, സാറേ ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അങ്ങനെയാണ്, എനിക്ക് ചാൻസ് ഉണ്ട്, തമാശ പറയല്ല, സാറിനറിയാം. കാർത്തികത്തിന്റെ ഇതിന്റെ സമയത്ത് സാറിനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അനൗൺസ് ചെയ്ത് എങ്ങനെ എനിക്ക് കയറി പറ്റുള്ളൂ. അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അപ്പൊ എനിക്ക് ആ ഒരു ബന്ധം ഞാൻ മിസ്യൂസ് ചെയ്തെന്നല്ല പറഞ്ഞ. അപ്പൊ എനിക്ക് പ്രൊഡ്യൂസർ ഓഫർ ചെയ്തപ്പോൾ ഞാൻ സാറിനെ അപ്രോച്ച് ചെയ്തിരുന്നു, സാറെ നമുക്കൊരു സ്ക്രിപ്റ്റ് വേണം, ഇങ്ങനെയാണ്. അപ്പൊ സാറിനെ വിളിച്ചു. പിന്നെ സാർ എന്നെ വിളിച്ചിരുന്നു, ഞങ്ങൾ സംസാരിച്ചു. സാറ് അഷ്കറെ സ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ റെഡിയാക്കാം, ഒരു പണി ചെയ്താലോ, പ്രൊഡ്യൂസർ ഓക്കെ ആണെങ്കിൽ ഞാൻ അഷ്കറിനെ വെച്ച് നായകനാക്കാറുണ്ട്. കിളി പോയില്ലേ മക്കളെ, ഇത്ര വലിയ ഡയറക്ടർ എന്നെ നായകനാക്കുന്നത് പറയുന്നതാണ് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത്. അതൊക്കെ അങ്ങനെ നടന്നതാണ്. നമ്മൾ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഞാനെന്നല്ല, എല്ലാ മനുഷ്യരും അനുഭവിച്ച് കഷ്ടപ്പെട്ട് വരുമ്പോഴേ നമുക്കൊരു വിജയം ഉണ്ടായാലും നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. എല്ലാവരും കഷ്ടപ്പാടാണ്. അപ്പൊ അങ്ങനെ DNA എത്തിയിരിക്കുന്നു, വലിയൊരു ദൈവാനുഗ്രഹം. ഭയങ്കര ഡെഡിക്കേഷൻ ആണ് എന്നെ. അതിനകത്ത് നന്നായിട്ട്, കാരണം ഒരു മൊത്തം ആ ക്യാരക്ടറിലേക്ക് അങ്ങാവും. പ്രത്യേകിച്ച് പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഭയങ്കര അത് എന്ത് വേണമെന്നുള്ളത് നല്ലൊരു ഐഡിയ ഉണ്ട്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അന്നയുടെ വേറൊരു കാര്യം, അഭിനയിച്ചൊക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു 60 മാർക്ക് പലരും എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഡബ് ചെയ്ത് ഞാൻ ഞെട്ടിപ്പോയി. ഡബ് ചെയ്ത് ടോട്ടൽ ആ ക്യാരക്ടർ ഫുൾ പെർഫെക്ഷൻ. വേറെ ലേഡി രജനീകാന്ത് വേണമെങ്കിൽ പറയാം. കാരണം ഭയങ്കര സ്പീഡാണ്. എന്നെ അന്നയുടെ ഒന്നും ഒരാൾക്ക് ഒരു ഡബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ടൊന്നും ഡബ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഡബ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ 100 മാർക്ക് അപ്പോഴാണ് ഞാൻ കൊടുത്തത്. അത്രയും ഡെഡിക്കേഷൻ ആണ് അന്ന. പിന്നെ അസ്കർ, ഞാൻ അച്ചു എന്നാണ് വിളിക്കുന്നത്, എൻ്റെ ഒരു അനിയനെ പോലെയാണ്. അസ്കറിന്റെ കാര്യം എന്ന് വെച്ചാൽ അച്ചു കണ്ടമാനം അസ്കർ ഈ പ്രോജക്റ്റിന് വേണ്ടി പാടുപെട്ടു. ഇതൊരു സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റ് DNA ഇപ്പൊ എത്തിയത് നല്ലൊരു വേൾഡ് വാർ കഴിഞ്ഞിട്ടാണ്, 3rd വേൾഡ് വാർ കഴിഞ്ഞിട്ടാണ് സത്യം. അതിനകത്തുള്ള അത്രയും ഇന്നർ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് അത് എനിക്കും, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസ്കറിന്റെ ഡീറ്റെയിൽ ഇടയ്ക്ക് പിന്നെ ബാബുനെ വിളിച്ചു പറഞ്ഞു. അതായത് അത്രയും ഒരു വേൾഡ് വാർ, 3rd വേൾഡ് വാർ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ DNA എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നിങ്ങളുടെ ഇപ്പം മുമ്പിൽ നിൽക്കുന്നത്. അത്രയും എൻ്റെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. പിന്നെ അസ്കർ നന്നായിട്ട് വരണം എന്നുള്ളത് കൊണ്ട് ഞാൻ ബാക്കിയുള്ള ഫൈറ്റ്സ് ഞാൻ മാക്സിമം ചെയ്യാൻ പറഞ്ഞു. റിസ്ക് ഉള്ളതൊന്നും ഞാൻ ചെയ്തില്ല. കാരണം ഒരു ആർട്ടിസ്റ്റിന് ഞാൻ ടെൻഷൻ കൊടുക്കാറില്ല. ടെൻഷൻ കൊടുത്താൽ നന്നാവത്തില്ല അവർക്ക് മാക്സിമം അവരെ റിലാക്സ് ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ നിർത്തി
അങ്ങനെ സുഖമാണോ അല്ലെങ്കിൽ ഈ സീൻ എടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വരെ ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ ആർട്ടിസ്റ്റിനോടും ചെയ്യാറുള്ളത്. ഇപ്പോഴല്ല, മുമ്പോട്ട് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇതിൽ, കാരണം ഇതെല്ലാം ഈ പടത്തിൽ വർക്ക് ചെയ്ത 95% ആൾക്കാരും ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവരോട്. 95% ആൾക്കാർ ഈ ടെക്നീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റ്, 5% ഉള്ളൂ എൻ്റെ മുമ്പ് വർക്ക് ചെയ്ത ആൾക്കാർ. അതാണ് DNA.